ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ചില്ലി നമ്മൾ പലതരത്തിൽ ഉണ്ടാക്കാറുണ്ടല്ലേ, ബീഫ് ചില്ലി, ചിക്കൻ ചില്ലി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പനീർ ചില്ലി റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതിനു വേണ്ടി പനീറിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ട്. ഇതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കോൺഫ്ലവറും ചേർക്കുന്നുണ്ട്. കോൺഫ്ലവർ ഒരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഇത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമ്മുടെ പനീർ നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അടുത്തതായിട്ട് പാനിൽ ഓയിൽ ചൂടാക്കിയതിന് ശേഷം ഞാൻ വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതൊരു 2 ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതാണ്. ഇതിലോട്ടേക്ക് ഇഞ്ചി നല്ല പേസ്റ്റാക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ചില്ലിക്ക് വേണ്ടിയിട്ട് സവാള ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ക്യാപ്സിക്കം കൂടി ഇതുപോലെ കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് കുരുമുളകും കൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഞാൻ സോയാ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതൊരു 3 ടേബിൾ സ്പൂണോളം സോയാ സോസ് ഉണ്ടാവും. അടുത്തതായിട്ട് ഞാൻ 4 ടേബിൾ സ്പൂൺ സെഷ്വാൻ സോസാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി എൻ്റെ സെഷ്വാൻ ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോയിൽ കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരു ടേബിൾ സ്പൂണോളം ചില്ലി സോസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും. അടുത്തതായിട്ട് ടൊമാറ്റോ സീഡ്സൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണം. ഇവിടെ ഗ്രേവി ഒന്ന് തിക്കാവാൻ വേണ്ടി കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് ഫ്രൈ ചെയ്ത് വെച്ച പനീർ കൂടി ഇട്ട് കൊടുക്കാം. അടുത്തതായി ആഡ് ചെയ്യുന്നത് സ്പ്രിംഗ് ഓനിയൻ ആണ്. അപ്പോൾ നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പനീർ ചില്ലി ഇവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇതിന്. അപ്പോൾ ഈ പനീർ ചില്ലി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.